ഇതാണ് കേട്ടോ കുഞ്ഞുണ്ണി നായർ കഫേയിലെ ഫേമസ് ഗോതമ്പ് പുട്ടും കപ്പക്കറി. നോക്കിയേ കഫേ. ബോണ്ടയുടെ ഉള്ളൊന്ന് കാണട്ടെ. ഇതോട്ടെ ഇങ്ങോട്ട് നീക്കി വെച്ച നല്ല ടേസ്റ്റ്. കപ്പക്കറി ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടാ. ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ബോണ്ട, ഒരു ബോണ്ടയും കൂടി പറഞ്ഞിട്ടുണ്ട്. ബോണ്ട തരുമ്പോഴത്തേക്ക് അവര് വെറുതെ ബോണ്ട മേടിച്ചു കഴിഞ്ഞാൽ എന്ത് രസമല്ലേ കാണാനായിട്ട്. അന്ന് വന്നപ്പോ നമ്മളും ഉണ്ടായി, പിന്നെ ഒരു ചൂണ്ടിടാനൊരു ചേട്ടനും ഉണ്ടായിരുന്നു ഇല്ലേ, ഓർമ്മയുണ്ടാ? നല്ല രസമുണ്ട്. എന്തൊക്കെയോ ചെറിയ ചേറിന്റെ മണമൊക്കെ ഉണ്ട് അല്ലേ? അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ക്യൂൻസ് വാക്വേ പോലെയാണ് ഇവർക്ക് ഇവിടെ. ഞങ്ങളിപ്പോ തൃപ്പൂണിത്തറയിലെ ഇരുമ്പ് പാലത്തിന്റെ അടുത്താണ് കേട്ടുള്ളത്. ഞങ്ങളിപ്പോ പോണത് ഫേമസ് ആയിട്ടുള്ളൊരു കഫേയിലേക്കാണ് പോണത്, കുഞ്ഞുണ്ണി നായർ കഫേ. അവിടെ സത്യത്തിൽ കഴിക്കാൻ പോണത് ഗോതമ്പ് പുട്ടും കപ്പക്കറിയാണ്. കാരണം ഞങ്ങൾക്ക് അത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ദിവസം ഞങ്ങൾ അവിടെ നൂണ് കഴിക്കാൻ കയറി. ചെയ്തൊരു ഇടയ്ക്ക് തൃപ്പൂണിത്തറയിൽ പോകുമ്പോഴത്തേക്കും ഞാനും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആ കടയെ കണ്ടപ്പോഴത്തേക്കും കയറാൻ, ഫേമസ് കടയാണല്ലോ, കഫേ ആണല്ലോ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഊണ് കഴിച്ചു. ഊണ് അടിപൊളി. നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടത്തെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, വൈകുന്നേരം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ സ്പെഷ്യൽ ഗോതമ്പ് പുട്ടും കപ്പക്കറിയും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അന്നും അതിപ്പോ കുറെ ആയി. അപ്പൊ അന്നൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം വരണം വരണം. ഞാൻ ഇന്ന് ഓർത്ത് ഗ്യാസ് ഒന്നുമില്ല, ഗ്യാസിന്റെ ഒക്കെ ഇഷ്യൂ നടക്കണമല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ടേ, തൃപ്പൂണിത്തറയിൽ എടപ്പള്ളിയിൽ നമ്മൾ ഇവിടെ വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ എന്നെ ഫോൺ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഉണ്ട്, 4 മണി തൊട്ട് 7 മണി വരെയാണ് ഗോതമ്പ് പുട്ടും കപ്പക്കറി. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടാ. വളരെ എന്താ പറയാ, അവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ. അതുപോലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ കഴിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദോശ, നല്ലൊരു നാടൻ ദോശ. ചട്നി എന്ന് പറഞ്ഞാണ്ടല്ല, ഒരു വെള്ളം പോലത്തെ ചട്നി ആയിരിക്കും. സാമ്പാർ അതെ, പക്ഷെ ഉഗ്രം ടേസ്റ്റ് ആണ്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കട കുറച്ച് ചെറുതാണെങ്കിലും നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഇഷ്ടം പോലെ, കാറും സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യാം. അടിപൊളി സ്ഥലം അവിടെ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകാം വേഗം. കഫേ ഒരു ജാഥയും കൂടി കണ്ടിട്ട് പോകാം. അപ്പോ ഇതാണ് കേട്ടോ കുഞ്ഞുണ്ണി നായർ വെജിറ്റേറിയൻ കഫേ. നമ്മൾ ഇന്ന് പുട്ടും കപ്പക്കറിയാണ് കേട്ടോ ഇവിടെ കഴിക്കാൻ വേണ്ടി പോണത്. ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറയണത്. അപ്പൊ നമുക്ക് പോയി നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 4 മണി തൊട്ട് 7 മണി വരെയാണെന്നാ പറഞ്ഞത്. അപ്പൊ ആ കഴിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗോതമ്പ് പുട്ടും കപ്പയും കഴിക്കാനാണ് നമ്മൾ വന്നേക്കണത്. പക്ഷേ എനിക്ക് ഇവിടെ എല്ലാരും ഇവിടുത്തെ ദോശ ഭയങ്കര ഒരു നാടൻ രീതിയിൽ ദോശയാണ് കേട്ടാ. കാരണം ചട്നിയൊക്കെ ഭയങ്കര വെള്ളം, അടിപൊളി. ഒരു പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദോശയൊക്കെ എല്ലാരും കഴിക്കണം, എനിക്ക് അത് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. അത് കഴിക്കുന്നുണ്ട്. ദോശ കഴിക്കാൻ പിന്നെ വരാം. നമ്മള് പുട്ട് കഴിക്കാനാണല്ലോ വന്നേക്കുന്നത്. അതെ വന്നു. ചേട്ടനാന്ന് പറഞ്ഞത്. ചെയ്തോണ്ട് അത് തന്നെയാണോ വേണ്ടത്? എനിക്ക് ഒരു പുട്ടും ഇതും കപ്പക്കറി. പിന്നെ വേറെ എന്താ? ദോശയും ബോണ്ടയും. ദോശ ബോണ്ടയുണ്ട്, മസാല ദോശയുണ്ട്. ദോശയും ബോണ്ടയും. അപ്പൊ ഇവിടുത്തെ ചേട്ടൻ നമ്മളെ മറന്നിട്ടില്ല. കാരണം ഞാൻ വരണ വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ആ ചേട്ടനാ പറഞ്ഞത് വൈകുന്നേരം വാ, പുട്ടും കപ്പക്കറിയും കഴിക്കാണ്. അപ്പൊ നമ്മളെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി, ചേട്ടൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാന് പുട്ടും കപ്പക്കറി, സേതുവേട്ടൻ ദോശയും ബോണ്ടയും, അതാണ് കഴിക്കണം. ദോശയും ബോണ്ടയാണ് ഫേമസ്. നിനക്ക് ഞാൻ വരുമ്പോ എന്തെങ്കിലും മേടിക്കണോ? മസാല ദോശയുണ്ട്, വേണ്ടേ? പുട്ട് കപ്പക്കറി. ശരി ശരി. സേതുവേട്ടൻ ദോശയും ബോണ്ടയും.
എന്താടോ അങ്ങനെ ഒരു കോമ്പിനേഷൻ? അത് ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഒരു കോമ്പിനേഷൻ. ആണോ? ദോശയും ബോണ്ട. നല്ല ദോശയും ഈ ചട്നിയും ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് ഇവിടത്തെ. ഓ ഭയങ്കര നാടൻ. അതാണിപ്പ. പിന്നെ ലച്ചു വന്നില്ല കേട്ടാ, ലച്ചുവിന് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ലച്ചു പറഞ്ഞു ഞാനില്ല അമ്മ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം എന്റെ വീട്ടിൽ കൊണ്ടേ ആക്കി കല്ലൂര്. നമ്മുടെ തൃപ്പൂണിത്തറയാണ് കട. അപ്പൊ നമ്മുടെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടാ. ഓ ദൈവമേ നോക്കിയ കപ്പക്കറിയൊക്കെ. ഇതാണ് അച്ഛൻ്റെ ചെയ്തേണ്ട ദോശയും എന്താ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നേക്കണത് എനിക്ക് മസാല ദോശ ഇല്ലേ? അപ്പൊ അതേപോലെ തന്നെ മസാല ഇല്ല. അത് ശരി. ഇതൊക്കെ കപ്പക്കറിയൊക്കെ. ഇതാണ് കേട്ടാ കുഞ്ഞുണ്ണി നായർ കഫേയിലെ ഫേമസ് ഗോതമ്പ് പുട്ടും കപ്പക്കറി. നോക്കിയേ, ഇതൊരു സ്പെഷ്യൽ കപ്പക്കറിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കപ്പക്കറി കണ്ടിട്ടേ ഇല്ല. ഞാൻ കപ്പക്കറി എന്ന് പറഞ്ഞപ്പോ എന്റെ വിചാരം ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ഒരു ഇതിലെ കറിയായിരിക്കും, ഒരു മഞ്ഞ കളറിലെ കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള അങ്ങനത്തെ എന്തോ കപ്പ ഇരിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചത്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു കറിയാണെന്നുള്ളത് കേട്ടോ. ഇതൊരു നാടൻ കറി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുറെ നാളായി വന്നത് ട്രൈ ചെയ്യണമെന്ന് അത്യാവശ്യം ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. ചെയ്തിട്ട് ഇങ്ങനെയാണോ ചെയ്തിട്ടാ വിചാരിച്ചത്? ഒരിക്കലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലെ ഇങ്ങനെ ഉപ്പേരി പോലെ ഇരിക്കുന്നല്ലേ വിചാരിക്കണത്. അത് ഞാൻ വെറുതെ കപ്പക്കറി മാത്രം കഴിച്ചോട്ടെ, പുട്ടില്ലാതെ. അടിപൊളി അടിപൊളി. എന്ത് ടേസ്റ്റാ. ഇനി കുറച്ച് പുട്ടും കപ്പക്കറിയും കൂടെ. അടിപൊളിയാണ് ട്ടോ. അടിപൊളി. ഇതാണ് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതാണെങ്കിലും ഭയങ്കര സോഫ്റ്റ്. വീട്ടില് ഗോതമ്പൂട്ടൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എടുത്തോ. ആ ചാറൊഴിക്ക്. സേതന്റെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഇവിടുത്തെ ഫേമസ് ബോണ്ട കഴിക്ക്. ദോശ എടുക്കുക, ബോണ്ട വരുന്നുള്ളു. എങ്ങനെയുണ്ട് ബോണ്ട? എങ്ങനെയുണ്ട്? ബോണ്ടയുടെ ഉള്ളൊന്ന് കാണട്ടെ. ഇതോട്ടെ ഇങ്ങോട്ട് നീക്കി വെച്ച. ചായ അടിപൊളി, നല്ല അടിച്ചടിച്ചുണ്ടാക്കിയ ചായ. ചേട്ടൻ വേണമെങ്കിൽ ഹാഫ് പുട്ട് കഴിച്ചോട്ടാ. ആണോ? നന്നായിട്ടുണ്ട്, അടിപൊളി. കപ്പക്കറി ഞങ്ങൾ ഇങ്ങനത്തെ അല്ല പ്രതീക്ഷിച്ചത്. ഇത് ഭയങ്കര ഇത് കൊള്ളാട്ടാ. അതെ അതെ, കൊള്ളാം. ഞാൻ വിളിച്ചു വെച്ചിട്ടാ വന്നത്. ചെയ്തിട്ടാ ഹാഫ് പുട്ട് കഴിക്കുക. ചെയ്തിട്ടാ അത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എനിക്ക്. നല്ല ടേസ്റ്റ്. കപ്പ വെറുതെ കഴിക്കാം. എനിക്ക് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടം. ഇവരുടെ ഹാഫ് പുട്ട് ചെയ്തിട്ടുണ്ട് ഓടി കൊടുക്കും. കാരണം എനിക്ക് ഒറ്റയടിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. എനിക്കാണ് ഇത്തിരിയും കൂടി പുട്ട് താനെ എടുത്തോ കഴിക്ക്.
നല്ല ടേസ്റ്റ്. കപ്പക്കറി ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടാ. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നത് വേർത്തായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് മിസ്സാക്കാൻ പറ്റില്ല. ഈ കപ്പക്കറി ഉണ്ടല്ലോ, ഉഗ്രൻ ഉഗ്രൻ തന്നെ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ടേസ്റ്റില് കപ്പാട്ടാണ്. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കും നമ്മള്, കുത്തിക്കാച്ചും, കപ്പയിറച്ചി ഉണ്ടാക്കും, ചെണ്ടം പുഴുങ്ങും. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണേ. കുറച്ച് ഇങ്ങോട്ടേക്ക് ചാറ് ഒഴിക്കണം ഇതിലോട്ട്. നല്ല ചായ. ദോശയും ചമ്മന്തി ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുള്ളതാ. രാവിലെ നമ്മളന്ന് പൂർണ്ണശ്രീ കാറ്ററിങ്ങിന്റെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ടാക്കാ പോയത്. പിന്നെ നമ്മളിവിടുന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്. അതും എന്താ പറയുക, ഒരു നാടൻ ഊണ്, എല്ലാ കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടായി. അതിന്റെ ഒരു വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. തൃപ്പൂണിത്തറയിൽ വന്നിട്ട് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യണത്. അതിലൊരെണ്ണം നമ്മുടെ ഈ കുഞ്ഞുണ്ണി നായർ കഫേ തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ നാടൻ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ തൃപ്പൂണിത്തറയുള്ള കുഞ്ഞുണ്ണി നായർ കഫേ. പിന്നെ ആരും പേടിക്കണ്ട, നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ. കാറായിട്ട് വന്നാലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിന്ന് 2 വീലറിനാണ് കേട്ടോ വന്നേക്കണത്. 4 മണി തൊട്ട് 7 മണി വരെ ഉണ്ടാവും കേട്ടോ ഇവിടെ. ഈ കപ്പക്കറിയും ഗോതമ്പ് പുട്ടും. ദോശയും സൂപ്പറാണ്. ഇനി എന്തെങ്കിലും വേണോ? ഇത് പറഞ്ഞിട്ടുണ്ട് ബോണ്ട, ഒരു ബോണ്ടയും കൂടി പറഞ്ഞിട്ടുണ്ട്. ബോണ്ട തരുമ്പോഴത്തേക്ക് അവര് വെറുതെ ബോണ്ട മേടിച്ചു കഴിഞ്ഞാൽ അവര് വിത്ത് ചമ്മന്തിയാണ് തരുന്നത്. വളരെ സിമ്പിൾ ബോണ്ടയാണ്, ഹെവി അല്ല. ഒരു ഇത്തിരി തന്നെ ബോണ്ട കയ്യില് കുറച്ച് മതി. നല്ല ഉരുളക്കിഴങ്ങ്. ഞാനത് ആലോചിക്കണം, ഒട്ടും മസാലയില്ല. ഉരുളക്കിഴങ്ങ് ഭയങ്കര ബട്ടറി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്. പിന്നെ മസാല ഒട്ടുമില്ല. മസാല ലഘു ഭക്ഷണം. നമ്മുടെ വീടിന്റെ അടുത്തൊന്നും ഇങ്ങനെയില്ല. പിന്നെ നമുക്കൊരു നെഞ്ചരിയണ പോലെ ഒരു ഫീല് വരും കഴിക്കുമ്പോ തന്നെ. ഇതൊന്നും ഇല്ല അല്ലേ ഇതേട്ടാ? അതെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇതണ്ട, നമ്മളെല്ലാം കഴിച്ചു. സാമ്പാർ എടുത്തില്ല. നമുക്ക് രണ്ടൊരു സാമ്പാർ ഫാൻ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് കഴിക്കാത്തത്. സിമ്പിൾ സാമ്പാറാ. നോക്കട്ടെ, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, പിടിച്ച് നോക്കട്ടെ കേട്ടാ. ഒന്നുമില്ല, ജസ്റ്റ് നല്ല സാമ്പാറാടോ. എനിക്ക് തോന്നുന്നു ഇവര് പൊടികളൊക്കെ ഇവര് തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. സാമ്പാറൊക്കെ ആണോ? നല്ല എന്താ പറയാ, നല്ല സാമ്പാർ. സാമ്പാർ ഇഷ്ടമല്ല. വല്ലപ്പോഴും ഞാൻ ചിലപ്പോ കൂട്ടി ശരിക്കും പറഞ്ഞാൽ ദോശയുടെ ഒപ്പം വേണമെങ്കിൽ സുഖമായിട്ട് കഴിക്കുക. അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ബില്ലൊക്കെ. ഇത്രയും ഇതാണ് കേട്ടോ കുഞ്ഞുണ്ണി നായർ പാർക്കിങ് കഫേ, അല്ല കുഞ്ഞുണ്ണി നായർ വെജിറ്റേറിയൻ കഫേയുടെ പാർക്കിങ്. ഇത്രയും സ്ഥലമുണ്ട് നോക്കിയേ. അടിപൊളിയാണ്. അപ്പൊ കാറോ 2 വീലറൊക്കെ ആയിട്ട് വന്ന സുഖമായിട്ട് പാർക്ക്. നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള പ്രശ്നം എന്താ, പാർക്കിംഗ് ഉണ്ടാവില്ല അല്ലെ, കാറൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നാൽ സുഖമായിട്ട് പാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി നായർ കഫേയിലെ പുട്ടും കപ്പക്കറിയും? അടിപൊളിയല്ലേ? നിങ്ങളൊന്ന് പോയി കഴിച്ചോളൂ കേട്ടാ. അപ്പൊ നമ്മളെ ഈ ലൊക്കേഷൻ മാപ്പും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറമാൻ സേതുവിനോടൊപ്പം ഇരുമ്പ് പാലത്തിൽ നിന്നും നിസാരം ബൈരാഗി. ബൈ.